ഇന്നും ചമ്മന്തി തന്നെയാണോ? വേണ്ട കുട്ടാ, അങ്ങോട്ട് മാറിക്ക്. അന്റെ കുപ്പായത്തിലൊക്കെ ആവും. അവൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ. എന്നാ ആവണി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ ഇനി തേജസ് ഒന്ന് രണ്ടാം നിയമം പറഞ്ഞേ. ഒരു വസ്തുവിനുണ്ടാകുന്ന ആകവ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആദർശ് മൂന്നാം ചലന നിയമം ഒന്ന് പറഞ്ഞേ. എന്തിനാ ഇങ്ങോട്ട് പോരുന്നത്? മോളെ വൈക, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. അല്ല മാഷേ, ഇന്നത്തെ പത്രത്തിലും DA വർദ്ധവിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അതെ, ഇങ്ങനെ പോയാ എങ്ങനെ മുന്നോട്ട് പോവാനാ?
അതിന് മാഷിനെന്തിനാ ബേജാറ്? മാഷ് ഷെയർ മാർക്കറ്റിലെ ആളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ പല തരികിടും വേണം മാഷേ. അല്ലെങ്കിൽ പിന്നെ ടീച്ചറെ പോലെ ആവണോ? ടീച്ചറെ ഭർത്താവ് ഗൾഫിലല്ലേ, ഇവിടുന്ന് കിട്ടുന്ന കാശിന് മേക്കപ്പ് ബോക്സും സാരിയും വാങ്ങി കളിക്കല്ലേ ടീച്ചറ്. ഒന്ന് പോന്റെ മാഷേ, നമ്മളെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയുള്ളൂ. ഏട്ടൻ അയക്കണ പൈസ ലോൺ അടയ്ക്കാൻ തന്നെ തികയുന്നില്ല. അല്ല മാഷേ, ചായ വന്നില്ലല്ലോ. പറയുമ്പോൾ തന്നെ ബെല്ലടിക്കാൻ സമയമായല്ലോ, കുട്ടിയെ കാണുന്നില്ലല്ലോ. ആഹാ, എല്ലാരും കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ. എന്ത് ചർച്ച ടീച്ചറെ, രാവിലെ തന്നെ എന്നെ തിന്നുക. എന്താണ് മാഷേ? ഇന്നെങ്ങാനും ചായ കിട്ടുമോ? വന്നല്ലോ ചായ. എന്റെ ക്ലാസ്സിലെ കുട്ടിയാ മാഷേ അത്. വല്ലാത്തൊരു കഷ്ട എന്റെ കഥ. എനിക്കറിയാം ടീച്ചറെ, എന്റെ വീടിന്റെ അടുത്താ. എല്ലാരെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാരെ പോലെയല്ല മാഷേ, ആ കുട്ടീന്റെ വീട്ടിൽ അതിലും വിപരീത. 9ാം ക്ലാസ്സിൽ 18 കുട്ടികളുള്ളൂ ടീച്ചറെ. 18 കുട്ടികൾ തന്നെ മുഴുവൻ വരണില്ല. വേണ്ട, ഞാനും കൂടാ. വേണ്ട, ഞാൻ കഴുകും. മോനെ, ഡാ മോനെ, പോകല്ലേ. ഇങ്ങോട്ട് വാ. നോക്കിന്ന് 500 തക്കാളി എടുത്താട്ടെ. കറിയൊക്കെ നേരം തക്കാളി നോക്കുമ്പോ തക്കാളി ഇല്ല. എന്താ വേണ്ടത്? 100 പച്ചമുളകും. ഏട്ടാ, 1 കിലോ അരി. 1 കിലോ അരി. ഏട്ടാ, 1 കിലോ അരി. അച്ഛനെ തരാനുള്ള പൈസ തരാതെ ഒരു മണി അരി തരൂല കേട്ടോ. പൊയ്ക്കോ മോൻ, പൊയ്ക്കോ. വിട്ടോ വിട്ടോ. ഒരു പാവം കുട്ടിയല്ലേ, നിങ്ങൾ അതങ്ങോട്ട് എന്ത് കൊടുത്തേക്ക്. പാവാണ്? അണക്കെന്തേ സാധനം വേണമെങ്കിൽ ഈ മേടിച്ച് പോയിക്കോ. 1 കിലോ അരിയല്ലേ, അതങ്ങോട്ട് കൊടുത്തേക്ക്, ഞാൻ തരാം എന്റെ പൈസ. ഏത് മുട്ടായിയാ മോളെ വേണ്ടത്? ഇത് മതിയോ? എന്നാ മോളെ
വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. 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 ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു എന്താണ് ഈ ഉണ്ടാക്കി വെച്ചത്? ആർക്ക് വേണ്ടിട്ടാണിത്? ആർക്ക് വേണ്ടിട്ടാണ്? നാട്ടിലുള്ള കള്ളും കഞ്ചാവും ഒക്കെ കയറ്റി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവച്ചിനോ? തരം തരം ഇങ്ങനെ ഉണ്ടാക്കി തരാൻ? എന്തടി ഒരുമ്പട്ടോളക്കി പറഞ്ഞത്? എന്തടി പറഞ്ഞത്? അന്നെ എന്റെ മോന് ഞാൻ അയ്യോ അമ്മേ, എന്നെ കൊല്ലുന്നേ. എടി നായിന്റെ മോളെ, കുറെ കാലായിട്ട് ഈ തുടങ്ങിയിട്ട് ഇന്ന് അന്ന് ഞാൻ ശരിയാക്കടി. ഇവിടെ വാടി, ഇവിടെ വരെ, ഇവിടെ വാടി, ഇവിടെ വരെ, ഇവിടെ വാ. അന്ന് ഞാനിന്ന് ഇന്നന്ന് ഞാൻ വിടൂല. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ലഹരി പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തു ചെയ്യാനാവും?